പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സ്നാപക യോഹന്നാന്റെ പിതാവും പുരോഹിതനുമായ സെക്കര്യാവിനെ കുറിച്ചാണ്. യഹോവ ഓർക്കുന്നു എന്നാണ് സെക്കര്യാവ് എന്ന പദത്തിന്റെ അർത്ഥം. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത 40 വർഷക്കാലത്ത് ദൈവം അവർക്ക് നിയമങ്ങളും ചട്ടങ്ങളും കൊടുത്തു. ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ അഹരോന്റെ പുത്രന്മാരെ പുരോഹിതന്മാരായി നിയമിച്ചു. അഹരോന് നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിങ്ങനെ 4 പുത്രന്മാർ ഉണ്ടായിരുന്നു. അഹരോനെയും അവന്റെ പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്ത് വേർതിരിക്കണമായിരുന്നു. നാദാബും അബീഹുവും ധൂപകലശത്തിൽ തങ്ങളുടെ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യാഗ്നി ഇട്ട് ധൂപം കാട്ടുവാൻ ശ്രമിച്ചതിനാൽ അഹരോന് മുമ്പ് തന്നെ മരിച്ചുപോയി. പിന്നീട് എലയാസറും ഈഥാമാരും മാത്രമേ ശേഷിച്ചുള്ളൂ. അവർ 2 പേരും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടു. ഇവരുടെ സന്താന പരമ്പരകളെല്ലാം പുരോഹിതന്മാരായിരുന്നതിനാൽ സാധാരണഗതിയിൽ വളരെ പുരോഹിതന്മാരുണ്ടായിരുന്നു. ദാവീദ് രാജാവിന്റെ കാലത്ത് ആരാധനയ്ക്ക് ക്രമീകരണം വരുത്തിയപ്പോൾ പുരോഹിതന്മാരെ 24 കൂറുകളായി തിരിച്ചു. എലയാസറിന്റെ കുടുംബത്തിൽ 16, ഈഥാമാറിന്റെ കുടുംബത്തിൽ 8, അങ്ങനെ 24 കൂറുകൾ. പെസഹ, പെന്തക്കോസ്ത്, കൂടാരപ്പെരുന്നാൾ എന്നീ ഉത്സവ സമയത്ത് മാത്രമേ ഈ കൂറുകളെല്ലാം രംഗത്ത് ശുശ്രൂഷ ചെയ്തിരുന്നുള്ളൂ. മറ്റ് സന്ദർഭങ്ങളിൽ ഒരാണ്ടിൽ 2 തവണ ഓരോ ആഴ്ച വീതം ഓരോ കൂട്ടരും സേവനം ചെയ്തു വന്നു. തങ്ങളുടെ ശുശ്രൂഷ സമയത്തിന് വേണ്ടി ഈ പുരോഹിതന്മാർ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഒരു പുരോഹിതൻ പുരോഹിത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം ചെയ്യാവൂ എന്നായിരുന്നു നിയമം. അഹരോന്റെ പുത്രി എന്ന് പറഞ്ഞാൽ ഈ അർത്ഥമാണ് ഉണ്ടായിരുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പുരോഹിത കുടുംബത്തിൽപ്പെട്ടവൾ എന്നർത്ഥം. സെക്കര്യാ പുരോഹിതന്റെ ഭാര്യ അങ്ങനെയുള്ളവളായിരുന്നു. അന്ന് ഏകദേശം 20,000 പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. ഓരോ കൂറിലും ഏകദേശം 1000 പേർ വീതം ഉണ്ടായിരുന്നതിനാൽ പുരോഹിതന്റെ ശുശ്രൂഷ ചീട്ടിട്ടാണ് തീരുമാനിച്ചിരുന്നത്. ദിവസേന രാവിലെയും വൈകിട്ടും മുഴുവൻ ജനത്തിനും വേണ്ടി പ്രഭാതയാഗവും സന്ധ്യായാഗവും കഴിച്ചിരുന്നു. ഊനമില്ലാത്ത 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെയാണ് യാഗം കഴിച്ചിരുന്നത്. ഭോജനയാഗവും മാവും എണ്ണയും വീഞ്ഞും യാഗത്തിന് വേണം. പ്രഭാതയാഗത്തിന് മുൻപും സന്ധ്യായാഗത്തിനു ശേഷവും സുഗന്ധധൂപം കാട്ടുകയും വേണം. സുഗന്ധധൂപം ഉയരുന്നതോടുകൂടെ ദൈവം യാഗം സ്വീകരിക്കുന്നതായി പരിഗണിച്ചിരുന്നു. ഒരു പുരോഹിതന് ആയുസ്സിൽ ഒരിക്കൽ പോലും ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെ അവസരം ലഭിക്കാത്ത ഏറെ പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. അതിനാൽ ശുശ്രൂഷയ്ക്ക് ചീട്ട് വീഴുന്ന ദിവസം ആ പുരോഹിതന്റെ ആയുസ്സിലേക്ക് പ്രാധാന്യം അർഹിക്കുന്ന ദിവസമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് 4 കുടുംബങ്ങളിൽപ്പെട്ട പുരോഹിതന്മാർ മാത്രമേ മടങ്ങി വന്നുള്ളൂ. അവർ യെദയ്യാവ്, ഇമ്മോർ, പഷ്ഹൂർ, ഹാരീം എന്നീ കുടുംബങ്ങളായിരുന്നു. ഏകദേശം 400-ൽ ചില്ലുവാനും വർഷങ്ങൾ യഹൂദന്മാർ വിധിപ്രകാരമുള്ള ഭരണകർത്താക്കളോ ആരാധനയോ ഇല്ലാതെ കഴിഞ്ഞുകൂടി. ഇതിനെപ്പറ്റി ഹോശേയ മുൻകൂട്ടി പ്രവചിച്ചു. യോഹന്നാൻ സ്നാപകന്റെ പിതാവ് സെക്കര്യാവ് എന്നു പേരുള്ള പുരോഹിതൻ അബിയാകൂറിൽ പെട്ടവനായിരുന്നു. സെക്കര്യാവ് എന്നു പേരുള്ള 28 ആളുകളെ ബൈബിളിൽ കാണാം. ചിലരെപ്പറ്റി പേരല്ലാതെ കൂടുതലായ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇസ്രായേലിലെ രാജാവായ യേഹൂവിന്റെ കുടുംബത്തിലെ ഒടുവിലത്തെ രാജാവ് സെക്കര്യാവായിരുന്നു. ഹഗ്ഗായിയോട് ചേർന്ന് പ്രവർത്തിച്ച പ്രവാചകനായ സെക്കര്യാവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ബെരഖ്യാവിന്റെ മകനായി യാഗപീഠത്തിനും മന്ദിരത്തിനും മധ്യേ വച്ച് രക്തസാക്ഷിയായി കൊല്ലപ്പെട്ട സെക്കര്യാവിനെ പറ്റി യേശുക്രിസ്തുവും പറയുന്നുണ്ട്. സെക്കര്യാ പുരോഹിതന്റെ ഭാര്യ എലിസബത്ത് പുരോഹിത കുടുംബത്തിൽപ്പെട്ടവളായിരുന്നു. അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തി എന്ന് പറഞ്ഞാൽ പുരോഹിത കുടുംബത്തിൽ ജനിച്ചവൾ എന്നാണ് അർത്ഥം. അഹരോന്റെ ഭാര്യയുടെ എബ്രായ ഭാഷയിലുള്ള പേര് എലീഷേബ എന്നായിരുന്നു. ആ പേര് തന്നെയാണ് സെക്കര്യാവിന്റെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നത്. 7 കൂട്ടം ആളുകളെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് യഹൂദ ശാസ്ത്രിമാരും റബ്ബികളും പഠിപ്പിച്ചിരുന്നു. അതിലൊന്ന് സന്താനമില്ലാത്ത സ്ത്രീയാണ്. സന്താനമില്ലാത്ത അവസ്ഥ ദൈവത്തിന്റെ ശാപമായി പരിഗണിച്ചിരുന്നു.
മക്കളില്ല എന്നത് വിവാഹമോചനത്തിന് മതിയായ കാരണമായി കണക്കാക്കിയിരുന്നു. എന്നാൽ സെക്കരിയ പുരോഹിതനാകട്ടെ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. തമ്മിൽ സ്നേഹമായും യോജിപ്പോടുകൂടിയും മാതൃകാ കുടുംബ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ദൈവത്തിന്റെ കൽപ്പനകളും ന്യായപ്രമാണത്തിലെ ചട്ടങ്ങളും വിധികളും കുറവ് കൂടാതെ അനുഷ്ഠിച്ചു പോന്ന ഉത്തമ ദമ്പതികൾ, കുറ്റമില്ലാത്ത നിഷ്കളങ്കർ. ദൈവത്തിന്റെ പ്രത്യേക കൃപയാലല്ലാതെ തങ്ങൾക്ക് സന്താനം ലഭിക്കാൻ അർഹത ഇല്ലാതെ വണ്ണം പ്രായം ചെന്നവരുമായിരുന്നു അവർ. പ്രായമായിട്ടും ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ താല്പര്യം കാണിച്ച് ദൈവാലയത്തിൽ കടന്നു ചെന്നു. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നറുക്ക് വീഴുന്നതിനായി കാത്തിരുന്നു. സെക്കര്യാവ് കാത്തിരുന്ന ആ ദിവസം ആഗതമായി. തനിക്ക് ചീട്ട് വീണപ്പോൾ ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്കായി ചെന്നു. പൂർവ്വ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും മക്കളില്ലായിരുന്നു. അബ്രഹാമിന് ദൈവ വാഗ്ദത്ത പ്രകാരം ഒരു പുത്രൻ ജനിക്കുമ്പോൾ 100 വയസ്സും സാറായ്ക്ക് 90 വയസ്സും പ്രായമായിരുന്നു. അതുപോലെ ഇസഹാക്കിന്റെ ഭാര്യ റിബേക്ക മച്ചിയായിരുന്നു. അവൾക്കു വേണ്ടി ഇസഹാക്ക് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. റിബേക്ക ഗർഭിണിയായി ഇരട്ട കുഞ്ഞുങ്ങളെ ഏശാവിനെയും യാക്കോബിനെയും പ്രസവിച്ചു. സെക്കര്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയത് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം സെക്കര്യാവിന് ലഭിച്ച സന്ദേശത്തിൽ സെക്കര്യാവിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കുമെന്നും അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്നും മുൻകൂട്ടി പറഞ്ഞു. അവൻ ദൈവസന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കയില്ല. പൈതൽ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. സെക്കര്യാവ് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ ഇക്കാര്യങ്ങൾ അറിയിച്ചതിനാൽ സാധാരണയിൽ കൂടുതൽ സമയം പുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിൽ ചിലവഴിക്കേണ്ടി വന്നു. ജനം പുറത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണെന്ന് ദൈവവചനത്തിൽ കാണുന്നു. ദൈവത്തോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു, അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. ഇവിടെ യാചിക്കുന്നവനോ അനുസരിക്കുന്നവനോ ഒന്നും പ്രാപ്തിയാകുന്നതിനു മുൻപ് ഗർഭത്തിലിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായി കാണുന്നു. അതുപോലെ ഗർഭസ്ഥ ശിശു ഗർഭത്തിൽ വച്ച് തന്നെ തുള്ളിയതായി പറഞ്ഞിരിക്കുന്നു. ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് ഓർത്തിരിക്കുക. സ്നാപക യോഹന്നാൻ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്ന വാഗ്ദത്തം സെക്കര്യാവിന് ദർശനത്തിൽ കൂടി ദൈവം നൽകി. ഗബ്രിയേൽ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് സെക്കര്യാവിന്റെ ഭാര്യയായ എലിസബത്ത് പ്രസവിക്കുന്ന മകന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പ്രസ്താവിച്ചു. ആ പേര് അവരുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ജനിക്കുന്ന പൈതലിന്റെ ജീവിതത്തെയും പ്രായമാകുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും പറ്റി ദൂതൻ നിർദ്ദേശം നൽകി. ഏലിയാവിന്റെ ആത്മാവിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുവനായിരിക്കും. ദൈവ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നത് ദൈവ പൈതലിന്റെ അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. അവിശ്വാസം ആപത്താണ്. സെക്കര്യാവ് 10 മാസം ഊമനായി പാർക്കേണ്ടി വന്നു. ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദൈവജനത്തിന്റെ ചുമതലയാണ്. പുരോഹിതൻ അന്തർമന്ദിരത്തിൽ ദർശനം കാണുമ്പോൾ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇക്കാലത്തെ ദൈവജനത്തിന് ഇതൊരു നല്ല ഉപദേശമാണ്. സന്തോഷമില്ലാതിരുന്ന ദമ്പതികൾക്ക് ആരാധന സമയത്ത് ലഭിച്ച ദർശനം മൂലം സന്തോഷമുണ്ടായി. ഇക്കാലത്തെ വിശ്വാസികൾക്ക് ആരാധനയിലൂടെ സന്തോഷം ലഭിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ദർശനവും അവന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നതും ആരാധനയിലെ മുഖ്യ ഭാഗമാണ്. ശിശു ജനിച്ചു. 8-ാം നാളിൽ പരിച്ഛേദന ചെയ്യുവാൻ വന്നപ്പോൾ ശിശുവിന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് എലിസബത്ത് പറഞ്ഞു. സെക്കര്യാവിനോട് ആളുകൾ ചോദിച്ചപ്പോൾ യോഹന്നാൻ എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ സെക്കര്യാവിന്റെ മൂകത മാറി സംസാരിപ്പാൻ തുടങ്ങി. ദൈവം ആദരം തുറന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുവാൻ ഒരുവന് കഴിയുകയുള്ളൂ. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവത്തെ സ്തുതിക്കുകയും പൈതലിനെ കുറിച്ചുള്ള ദൈവോദ്ദേശം നിറവേറ്റുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നിറവേറ്റുന്നതിനായി മശിഹായെ അയക്കുമ്പോൾ അവന് മുന്നോടിയായി പ്രവർത്തിക്കുവാൻ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് തൻ്റെ പുത്രനെന്ന് സെക്കരിയാവിന് മനസ്സിലായി. മശിഹായുടെ മുന്നോടിയായി വഴിയൊരുക്കുവാൻ തങ്ങളുടെ പുത്രൻ ഒരു മുന്നണി പടയാളിയായി പ്രവർത്തിക്കുവാൻ അവനെ സമർപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ വാർദ്ധക്യത്തിൽ ജനിച്ച പൈതലിനെ ദൈവദൂതൻ നൽകിയ നിർദ്ദേശപ്രകാരം വളർത്തി. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും എന്ന വാഗ്ദത്തം നിറവേറുവാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. ഹെരോദാവ് യേശുവിന്റെ ജനനത്തിങ്കൽ 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലുവാൻ കൽപ്പന കൊടുത്തപ്പോൾ യോഹന്നാനെ മരുഭൂമിയിൽ ഒളിപ്പിച്ച് വളർത്തി എന്ന് പാരമ്പര്യം പറയുന്നു. ഒരു സന്യാസിയായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വളർന്ന് ശുശ്രൂഷ നിർവഹിച്ചു. സെക്കരിയാവിന്റെ നാവിനെ കെട്ടഴിയുന്നത് യോഹന്നാന് പേരിടുന്ന പരിച്ഛേദനയുടെ ദിവസമായിരുന്നു. ജനമെല്ലാം അത്ഭുതപ്പെട്ടു, ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്നാപക യോഹന്നാൻ യേശുവിന്റെ മുന്നോടിയായി രംഗപ്രവേശനം ചെയ്യുവാൻ ഇടയായി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ക്രൂസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.